സ്ലോപ്പ് ഡിഫ്ലക്ഷൻ ഇക്വേഷൻ കണ്ടുപിടിക്കും. ഇപ്പം ഇവിടെ നമ്മുടെ ഇക്വേഷൻ ഇപ്പോൾ എ ബി മെമ്പർ കൺസിഡർ ചെയ്യുകയാണെങ്കിൽ എം എ ബി ഫൈനൽ മൊമെൻറ്റ് എം എ ബി എന്ന് പറയുന്നത് എം എഫ് എ ബി എന്ന് പറഞ്ഞാൽ ഫിക്സഡ് എൻ മൊമെൻറ്റ് എ ബി പ്ലസ് 2EI/L 2θA പ്ലസ് θB മൈനസ് 3δ/L ഇതാണ് ഇക്വേഷൻ. എം ബി എ എന്ന് പറയുമ്പം എം എഫ് ബി എ പ്ലസ് 2EI/L 2θB പ്ലസ് θA മൈനസ് 3δL അതാണ് എ ബി അല്ലെങ്കിൽ ബി എ സപ്പോർട്ടിനെ ബേസ് ചെയ്തിട്ടുള്ള സ്ലോപ്പ് ഡിഫ്ലക്ഷൻ. ഇനി ഇതെങ്ങനെയാണ് കണ്ടുപിടിക്കുന്നതെന്ന് നോക്കാം. അപ്പോൾ നമ്മൾ എ ബി എന്ന് പറയുന്ന ഒരു സ്പാൻ കൺസിഡർ ചെയ്തു. ഇഫ് ഇറ്റ് ഈസ് സപ്പോർട്ടഡ് ബൈ UDL ഓർ പോയിന്റ് ലോഡ്. അപ്പോൾ നമ്മൾ അതിൻ്റെ ഫസ്റ്റ് സ്റ്റെപ്പ് എന്തുമായിരുന്നു? ഫിക്സഡ് എൻ മൊമെൻറ്റ് കണ്ടുപിടിക്കുകയെന്ന്. അപ്പം എ ബി എ ഫിക്സഡ് ആയിട്ട് നമ്മൾ കൺസിഡർ ചെയ്തു. എന്നിട്ട് അവിടുത്തെ ഫിക്സഡ് മൊമെൻറ്റിംഗ് എന്ന് പറയുന്നത് FEM AB എന്ന് പറഞ്ഞാൽ എ സപ്പോർട്ടിലെ എൻഡ് മൊമെൻറ്റ്, FEM BA എന്ന് പറഞ്ഞാൽ ബി സപ്പോർട്ടിലെ എൻഡ് മൊമെൻറ്റ്. അപ്പോൾ ഇവിടുത്തെ മൊമെൻറ്റിംഗ് എന്ന് പറയുന്നത് ഇങ്ങനെയാണ് ഫോം ചെയ്യുന്നത്, ഇവിടെയും ഇങ്ങനെയാണ്. അപ്പോൾ നമ്മൾ തിരിച്ച് ഫിക്സഡ് എൻഡ് മൊമെൻറ്റിൻ്റെ കേസായിട്ട് എടുക്കുമ്പോൾ ഇത് ആൻറ്റി ക്ലോക്ക് വൈസ് ആയിട്ട് വരും, എന്നാൽ ഓപ്പോസിറ്റ് സൈഡിൽ. അപ്പോൾ റിയാക്ഷനും മേളിലോട്ട് കൊടുക്കുകയാണെങ്കിൽ അപ്പം ഇവിടെ രണ്ട് സൈഡിൽ എയുടെയും ബിയുടെയും റിയാക്ഷൻ കണ്ടുപിടിക്കുമ്പോൾ WL/2 എന്നാണ് നമുക്ക് കിട്ടുന്നത്. സിമെട്രിക്കലാണെങ്കിൽ ഇപ്പോൾ UDLൻ്റെ കേസാണെങ്കിൽ WL/2 എന്ന് നമുക്ക് കിട്ടും. അപ്പോൾ അവിടെ ഫോം ചെയ്യുന്നത് ഫിക്സഡ് സപ്പോർട്ട് ആകുമ്പം രണ്ടും ഇങ്ങനെയാണ് മൊമെൻറ്റ് ഫോം ചെയ്യുന്നത്. എയിൽ ആൻറ്റി ക്ലോക്ക് വൈസ് ആയിരിക്കും, ബിയിൽ ക്ലോക്ക് വൈസ് ആയിട്ടായിരിക്കും മൊമെൻറ്റ് ഫോം ചെയ്യുന്നത്. അപ്പോൾ അവിടുത്തെ മൊമെൻറ്റ് എന്ന് പറയുന്നത് WL²/12. ഫിക്സഡ് എൻ മൊമെൻറ്റ് WL²/12. ഈ ഫിക്സഡ് എൻ മൊമെൻറ്റും ഫ്രീ മൊമെൻറ്റും രണ്ടും രണ്ടാണ്. ഓക്കെ, ഫ്രീ മൊമെൻറ്റ് എന്ന് പറയുന്നത് തന്നേക്കുന്ന ലോഡിനെ ബേസ് ചെയ്തിട്ടുള്ള മൊമെൻറ്റാണ് ഫ്രീ മൊമെൻറ്റ് എന്ന് പറയുന്നത്. അത് UDLൻ്റെ കേസിൽ WL²/8 ആണ്. UDLൻ്റെ കേസിൽ പോയിന്റ് ലോഡാണെങ്കിൽ WL/4. ആ വാല്യൂ വേറെ. ഫിക്സഡ് എൻ മൊമെൻറ്റ് എന്ന് പറയുമ്പോൾ സപ്പോർട്ടിൽ വരുന്ന എൻഡ് മൊമെൻറ്റാണ്. അപ്പോൾ ഇവിടുത്തെ എൻഡ് മൊമെൻറ്റ് എന്ന് പറയുന്നത് UDL ആയതുകൊണ്ട് WL²/12. സിമെട്രിക് ആകുമ്പോൾ ഇവിടെ അത് തന്നെ WL²/12 ആണ്. പക്ഷേ എയിൽ MFAB അല്ലെങ്കിൽ ഫിക്സഡ് എൻ മൊമെൻറ്റ് ഓഫ് MAB എ സപ്പോർട്ടിൽ നിന്ന് നമ്മൾ നോക്കുമ്പോൾ ഇത് ആൻറ്റി ക്ലോക്ക് വൈസ് ആണ്. മൊമെൻറ്റ് ആൻറ്റി ക്ലോക്ക് വൈസ് ആയിട്ടാണ് ആക്ട് ചെയ്യുന്നത്. സോ മൈനസ് WL²/12. ബി സപ്പോർട്ട് നോക്കുമ്പോൾ ഫിക്സഡ് എൻ മൊമെൻറ്റ് ക്ലോക്ക് വൈസ് ഡയറക്ഷനിൽ. സോ WL²/12 പോസിറ്റീവ് ആയിരിക്കും. ഇത് എ ബിയുടെ കേസിൽ മൈനസ് WL² ആയിരിക്കും, നെഗറ്റീവ്. ആൻറ്റി ക്ലോക്ക് വൈസ് ആയിട്ട് നെഗറ്റീവ് ആയിരിക്കും. തിരിച്ച് ബിയിൽ നിന്ന് എയിലോട്ടാണ് നോക്കുന്നതെങ്കിൽ അത് ക്ലോക്ക് വൈസ് ആണ്, പോസിറ്റീവ് ഡയറക്ഷനാണ്. ഓക്കെ, ഇതുപോലെ തന്നെ ഓരോ സ്പാൻ്റെ എടുക്കുന്ന കേസും അങ്ങനെ വരും. അപ്പം അതിൻ്റെ അപ്പോൾ MFAB എന്താണെന്ന് മനസ്സിലായാലോ. ഫിക്സഡ് എൻ മൊമെൻറ്റ് എന്താണെന്ന്, എൻഡ് സപ്പോർട്ടിൽ ഫോം ചെയ്യുന്ന മൊമെൻറ്റിനെയാണ് ഫിക്സഡ് എൻ മൊമെൻറ്റ്. അത് UDLൻ്റെ കേസിലാണ് നമ്മൾ പറഞ്ഞത് മൈനസ് WL²/12 അല്ലെങ്കിൽ WL²/12. ഇനി എക്സെൻട്രിക് കേസ് വരുവാണെങ്കിൽ PAB²/L². റിയാക്ഷൻ കിട്ടുന്നതിനനുസരിച്ച് അതിൻ്റെ മൊമെൻറ്റ് എന്ന് പറയുന്നത് PAB²/L². ഇവിടെ എയുടെ അവിടെ നെഗറ്റീവായിരിക്കും, ബിയുടെ അവിടെ പോസിറ്റീവായിരിക്കും. അതിൻ്റെ ആ ഡയറക്ഷനെ ബേസ് ചെയ്യുക. ആൻറ്റി ക്ലോക്ക് വൈസ് ആയിട്ട് പോകുന്നതുകൊണ്ട് മൈനസ് PAB²/L² വരും. ബി എന്ന് നോക്കുമ്പോൾ PA²B/L² എന്ന് പറഞ്ഞാൽ ബിയിൽ നിന്ന് നോക്കുമ്പോൾ ആദ്യമേ A² ആണ്. ഓക്കെ, A²B/L². AB എന്നാകുമ്പോൾ AB²/PAB²/L² വരും. MFAB എക്സെൻട്രിക്കിൻ്റെ കേസിൽ മൈനസ് PAB²/L². MFBA ബിയിൽ നിന്ന് എയിലോട്ടാകുമ്പം PA²B/L² പോസിറ്റീവായിരിക്കും. ഇനി റൊട്ടേഷൻ കണ്ടുപിടിക്കണം. തീറ്റ വാല്യൂസ് എങ്ങനെയാണ് വരുന്നതെന്ന്. അപ്പം ഫിക്സഡ് എൻ മൊമെൻറ്റ് കിട്ടി. അതാണ് ഇവിടെ നമ്മൾ ചെയ്തേക്കുന്നത്. MFABയുടെ വാല്യൂസ് കിട്ടുന്നത് എങ്ങനെയാണെന്നാണ് ഞാനിപ്പം പറഞ്ഞത്. അപ്പോൾ MFAB ആണ് നമ്മളിപ്പം ഡിസ്കസ് ചെയ്തത്. ഇനി നമ്മൾ ഡിസ്പ്ലേസ്മെൻറ്റ് പാർട്ടിലോട്ട് പോവുക. അപ്പോൾ ആദ്യമേ ഇത് ഫൈനൽ മൊമെൻ്റ് ആണ് MAB എന്ന് പറയുന്നത്. അപ്പോൾ ഫൈനൽ മൊമെൻറ്റ് കണ്ടുപിടിക്കണമെങ്കിൽ സ്ലോപ്പ് ഡിഫ്ലക്ഷനിൽ ആദ്യം ഫിക്സഡ് എൻ മൊമെൻറ്റ് കണ്ടുപിടിക്കണം, അതിനുശേഷം ഡിസ്പ്ലേസ്മെൻറ്റ് കണ്ടീഷൻ നോക്കണം. ഇനി ഡിസ്പ്ലേസ്മെൻറ്റ് റൊട്ടേഷൻ അല്ലെങ്കിൽ ഡിസ്പ്ലേസ്മെൻറ്റ് കണ്ടീഷൻ
ഇവിടെ ഡിസ്പ്ലേസ്മെൻറ്റ് എന്ന് പറയുന്ന റൊട്ടേഷനാണ് നമ്മൾ കൺസിഡർ ചെയ്യുന്നത്. ആംഗുലാർ ഡിസ്പ്ലേസ്മെൻറ്റ് അറ്റ് എ ആണ്. അപ്പോൾ ഇങ്ങനെ നമ്മൾ എ ബി സ്പാൻ കൺസിഡർ ചെയ്യുകയാണ്. അപ്പോൾ നമ്മൾ കോഞ്ചുഗേറ്റ് ബീം കേസാണ് ഇവിടെ യൂസ് ചെയ്യുന്നത്. ഒരെണ്ണം ഫിക്സഡ് ആക്കി ഒരെണ്ണം സിമ്പിൾ സപ്പോർട്ടാക്കി മാറ്റും. എന്നിട്ട് സിഗ്മ എം എ ഈക്വൽ ടു 0 എന്ന് എടുക്കുകയാണ്. ഓക്കെ, സിഗ്മ എം എ 0 എടുത്തിട്ട് ഈ കോഞ്ചുഗേറ്റ് ബീം എടുക്കും. ആദ്യം എയുടെ കേസാകുമ്പം ഈ ട്രയാങ്കിൾ കൺസിഡർ ചെയ്യുകയാണ് കോഞ്ചുഗേറ്റ് ബീം. അപ്പോൾ ട്രയാങ്കിൾ ആകുമ്പം ഹാഫ് എ ബി ഹാഫ് ബി എച്ച്. അപ്പം ഹാഫ് ഇൻറ്റു ബി എച്ച് എന്ന് പറയുന്നത് എം എ ബി ബൈ ഇ ഐ മൊമെൻറ്റ് ഇൻറ്റു എം ബൈ ഇ ഐ. എം ബൈ ഇ ഐക്കാണ് എം എ ബി ബൈ ഇ ഐ എന്ന് ഇവിടെ എഴുതിയിരിക്കുന്നത്. അവിടുത്തെ ഉണ്ടാകുന്ന മൊമെൻറ്റ് ഇൻറ്റു ടോട്ടൽ ലെങ്ത് എൽ ഇൻറ്റു സെൻട്രോയിഡ് ഡിസ്റ്റൻസ്. ഇപ്പോൾ എയിൽ നിന്നാണ് നമ്മൾ നോക്കുന്നത്. അപ്പോൾ ബേസിൽ നിന്ന് 1/3, സെൻട്രോയിഡ് 1/3 ആണ്. അപ്പം 1/3 ഇൻറ്റു എൽ, അതാണ് ഹാഫ് എം എ ബി ബൈ ഇ ഐ എൽ ഇൻറ്റു L/3 മൈനസ് അടുത്ത ഈ ട്രയാങ്കിൾ. ഇത് താഴോട്ട് കാണിച്ചേക്കുന്നതെന്ന് പറഞ്ഞാൽ 2 കോഞ്ചുഗേറ്റ് ബീമാണെന്നാണ്. മേളിലോട്ടുള്ള റിയാക്ഷനും താഴോട്ടുള്ള റിയാക്ഷനും ആ ഡിസ്പ്ലേസ്മെൻറ്റ് തീറ്റ വാല്യൂ കണ്ടുപിടിക്കാനാണ് നമ്മളിങ്ങനെ ചെയ്തേക്കുന്നത്. ലോഡിനെ ബേസ് ചെയ്തും പിന്നെ തീറ്റ ആക്ട് ചെയ്യുമ്പോൾ ഡിഫോർമേഷനെ ബേസ് ചെയ്തു. ഓക്കെ, അപ്പോൾ എം ബിയുടെ കേസ് എടുക്കുമ്പോൾ ഈ ട്രയാങ്കിൾ എടുക്കും. അപ്പോൾ ഹാഫ് എം ബി എ ഇ ഐ എൽ ഇൻറ്റു എയുടെ കേസാകുമ്പോൾ എം ബി അല്ലേ, ബി എന്ന് പറയുമ്പോൾ ബേസിൽ നിന്ന് 1/3 പിന്നെ ഹാഫ് എം ബി എ ഇ ഐ എൽ ഇൻറ്റു 2 ഇവിടുന്ന് 2/3. എയുടെ കേസിൽ നിന്ന് നോക്കുമ്പോൾ 2/3. ബി സപ്പോർട്ടിൽ നിന്ന് എയിലോട്ട് നോക്കുമ്പോൾ സെൻട്രോയിഡ് എന്ന് പറയുന്നത് 2 വെർട്ടെക്സിൽ നിന്ന് 2/3, ബേസിൽ നിന്ന് 1/3 അല്ലേ. അപ്പോൾ അതിൽ നിന്ന് നമുക്ക് തീറ്റ എ എൽ എന്ന് പറഞ്ഞാൽ ഈ താഴെ ഇവിടെയാണ് ഡിഫ്ലക്ഷൻ ഫോം ചെയ്യുന്നത്. മൊമെൻറ്റിങ് ക്ലോക്ക് വൈസിൽ ആക്ട് ചെയ്യുമ്പോൾ ഇവിടെ എയിൽ, കാരണം ഇവിടെ സിമ്പിൾ സപ്പോർട്ടാണ് അല്ലേ, ഒരു റോളറാണ് കൊടുത്തേക്കുന്നത്. ഈ ബി നമ്മൾ ഫിക്സഡ് ആക്കി എടുത്തു. അപ്പോൾ ഇവിടെ ഒരു ഡിസ്പ്ലേസ്മെൻറ്റ് ഫോം ചെയ്യും. അപ്പം തീറ്റ എ ഇൻറ്റു എൽ ഈക്വൽ ടു 0 എം ബി കേസിൽ നമുക്ക് വരും. മൊമെൻറ്റ് അബൌട്ട് ബി എടുക്കുമ്പോൾ, മൊമെൻറ്റ് അബൌട്ട് എ എടുക്കുമ്പോൾ അവിടെ ഡിസ്പ്ലേസ്മെൻറ്റ് ഇല്ല. കാരണം അബൌട്ട് എ ആണ്, ഇവിടെ ഫിക്സഡ് ആണ്, ഇവിടെ ഒരു സ്ലോപ്പ് ഒന്നും ഫോം ചെയ്യുന്നത്. ഫിക്സഡിൽ സ്ലോപ്പ് അല്ലെ ഡിസ്പ്ലേസ്മെൻറ്റ് റൊട്ടേഷൻ ഫോം ചെയ്യുന്നില്ല. അതേസമയം മൊമെൻറ്റ് അബൌട്ട് ബി എടുക്കുമ്പോൾ ഇവിടെ സിമ്പിൾ സപ്പോർട്ട് ആയതുകൊണ്ട് ഇവിടെ ഒരു റൊട്ടേഷനാണ്. അതാണ് ഇവിടെ തീറ്റ എ ഇൻറ്റു എൽ എടുത്തേക്കുന്നത്. അപ്പോൾ അതിൽ നിന്ന് നമുക്ക് ഇത് സോൾവ് ചെയ്യുമ്പോൾ എം എ ബി എന്ന് പറയുന്നത് എന്താണ് 4EI/L തീറ്റ എ എന്ന് കിട്ടും. എം ബി എ എന്ന് പറയുന്നത് 2EI/L തീറ്റ എ എന്ന് കിട്ടും. ഇനി റൊട്ടേഷൻ അറ്റ് ബി, ഇതിപ്പോൾ റൊട്ടേഷൻ അറ്റ് എയുടെ കേസ്, ആംഗുലാർ റൊട്ടേഷൻ അറ്റ് എ. ഇനി റൊട്ടേഷൻ അറ്റ് ബി എടുക്കുമ്പോൾ തിരിച്ചായിരിക്കും ആ ബെൻഡിങ് ഫോം ചെയ്തത്. റൊട്ടേഷൻ അറ്റ് എയിലാണെങ്കിൽ ക്ലോക്ക് വൈസ് ആയിരുന്നു അല്ലേ, ആംഗുലാർ റൊട്ടേഷൻ ആണ് പറഞ്ഞേക്കുന്നത്. അപ്പോൾ എയിൽ ക്ലോക്ക് വൈസ് ആയിരിക്കും, ബിയിൽ ആൻറ്റി ക്ലോക്ക് വൈസ് ആയിരിക്കും. അപ്പോൾ തിരിച്ചെടുക്കുമ്പോൾ ബിയിൽ എന്താണ് ബിയിൽ ക്ലോക്ക് ഇങ്ങനെ കറങ്ങുക, ബിയിൽ ക്ലോക്ക് വൈസ് എയിൽ ആൻറ്റി ക്ലോക്ക് വൈസ് ആയിട്ടായിരിക്കും. അപ്പോൾ ഇവിടെ തീറ്റ മുകളിലോട്ടാണ് ഫോം ചെയ്യുന്നത്. അപ്പോൾ അതിൽ നിന്ന് നമ്മൾക്ക് സോൾവ് ചെയ്യുമ്പോൾ 2EI/തീറ്റ ബി ഇവിടാണ് കിട്ടുന്നത്. എം ബി എ ഈക്വൽ ടു 4EI/L തീറ്റ ബി എന്ന് കിട്ടും. നിങ്ങൾക്ക് ഡെറിവേഷൻസ് പഠിക്കാനില്ല, ഞാൻ പക്ഷേ ആ ഇക്വേഷൻ എങ്ങനെയാണ് വരുന്നതെന്ന് എക്സ്പ്ലെയിൻ ചെയ്യുന്നതേ ഉള്ളൂ. ദെൻ ഡിസ്പ്ലേസ്മെൻറ്റ് എയിൽ അല്ലെങ്കിൽ ബിയിലുണ്ടാവുന്ന എൻഡ് ബിയിലും എയിലും ഉണ്ടാകുന്ന ഡിസ്പ്ലേസ്മെൻറ്റ്സ് എങ്ങനെയാണ് വരുന്നതെന്ന് നോക്കുക. എന്ന് പറഞ്ഞാൽ സെറ്റിൽമെൻറ്റ്, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ എയും ബിയും ഫിക്സഡ് ആണ്. ഇപ്പം ബി സെറ്റിൽ ആവുകയാണെങ്കിൽ റൈറ്റ് സപ്പോർട്ടാണ് സെറ്റിൽ ആവുന്നതെങ്കിൽ പോസിറ്റീവ്, ലെഫ്റ്റ് സപ്പോർട്ടാണ് സെറ്റിൽ ആവുന്നതെങ്കിൽ നെഗറ്റീവ് ആണ് അല്ലേ. അപ്പോൾ ഇവിടെ റൈറ്റ് സപ്പോർട്ട് സെറ്റിൽ ആവുമ്പോൾ ഇങ്ങനെ ആയിരിക്കും ട്രയാങ്കിൾ ഫോം ചെയ്യുന്നത്. അതിൽ നമുക്ക് സോൾവ്, അപ്പോൾ ഡെൽറ്റ എന്നും പറഞ്ഞ ഒരു സെറ്റിൽമെൻറ്റിനെ ഡിനോട്ട് ചെയ്യുന്നതാണ് ഡെൽറ്റ. അപ്പോൾ അതിനെ ബേസ് ചെയ്ത് നമുക്കൊരു ഇക്വേഷൻ കിട്ടും. അപ്പോൾ എം എ ബി ഈക്വൽ ടു എം ബി എ സെയിം സെറ്റിൽമെൻ്റ് ആയിരിക്കും. അപ്പോൾ -6EI/L² എന്നാണ് നമുക്ക് സെറ്റിൽമെൻറ്റിൽ നിന്ന് കിട്ടുന്നത്. എയും ബി എൻഡ് ബി റിലേറ്റഡ് ടു എ, ബി എ റിലേറ്റ് ചെയ്ത് സെറ്റിൽമെൻറ്റ് നോക്കുമ്പോൾ ഇതായിരിക്കും കിട്ടുന്നത്. തിരിച്ച് എ റിലേറ്റഡ് ടു ബി ആണെങ്കിലും ഈ സെയിം വാല്യൂ തന്നെ ആയിരിക്കും കിട്ടുന്നത്. ഇനി ഈ ഇക്വേഷൻസ് എല്ലാം നമ്മൾ ആഡ് ചെയ്യുമ്പോൾ എം എ ബി എം ബി എ എന്നുള്ള
വാല്യൂ നമുക്ക് കിട്ടും. ദാറ്റ് മീൻസ് എ സപ്പോർട്ടിലെ ആംഗുലാർ ഡിസ്പ്ലേസ്മെൻറ്റ് അറ്റ് എയിലും ആംഗുലാർ അല്ലെങ്കിൽ റൊട്ടേഷൻ അറ്റ് എയിലെ റൊട്ടേഷൻ അറ്റ് ബിയിലെയും കൂടെ ആഡ് ചെയ്യുമ്പോൾ എന്ന് പറഞ്ഞാൽ ഇവിടെ നമുക്ക് റൊട്ടേഷൻ അറ്റ് എയിൽ MAB എന്ന് പറയുന്നത് 4EI/L തീറ്റ എ എന്നാണ് കിട്ടിയേക്കുന്നത്. അപ്പോൾ ABയുടെ വാല്യൂസ് എല്ലാം കൂടെ ഒരുമിച്ച് നമ്മൾ ആഡ് ചെയ്യാമെന്ന് വെച്ചു. അപ്പോൾ നമുക്ക് റൊട്ടേഷൻ അറ്റ് ഇപ്പോൾ ഇക്വിലിബ്രിയം കണ്ടീഷൻ റൊട്ടേഷൻ അറ്റ് എ എന്ന് പറയുന്നത് MAB എന്ന് പറയുന്നത് എത്ര 4EI/L തീറ്റ എ. പിന്നെ റൊട്ടേഷൻ അറ്റ് ബിയിൽ MABയുടെ വാല്യൂ എത്രയായിരുന്നു 2EI/L തീറ്റ ബി പ്ലസ് 2EI/L തീറ്റ ബി. ദെൻ അവിടെ ഉണ്ടാകുന്ന സെറ്റിൽമെൻറ്റ് MABക്ക് BAക്കും -6EI/L² ഡെൽറ്റ -6EI/L² ഡെൽറ്റ. അപ്പോൾ ഇതാണ് നമുക്ക് കിട്ടിയ വാല്യൂ. അപ്പോൾ ഇതിൽ നിന്ന് ഇപ്പോൾ നമ്മൾ സ്ലോപ്പിനെ ഡിസ്പ്ലേസ്മെൻറ്റ് കേസാണ് നോക്കുന്നത്. അപ്പോൾ ഇതിൽ നിന്ന് നമുക്ക് കോമൺ ആയിട്ട് എന്തെടുക്കാം 2EI/L നമ്മൾ വെളിയിലെടുത്തു. 2EI/L വെളിയെടുക്കുമ്പോൾ ഇവിടെ എന്ത് വരും 2θA പ്ലസ് θB മൈനസ് 3EI/L വെളിയെടുത്തു. ഇപ്പോൾ 3ΔL. അപ്പോൾ ഈ സെയിം ഇക്വേഷൻ ആയില്ലേ. അപ്പോൾ ഇങ്ങനെയാണ് നമുക്ക് ഇക്വേഷൻ കിട്ടിയത്. സെയിം വേ MBA. ഓക്കെ, MBAയും സെയിം വേയിൽ നമ്മൾ സോൾവ് ചെയ്യുമ്പം കിട്ടുന്നതാണ് 2EI/L 2θB പ്ലസ് θA മൈനസ് 3ΔL. അപ്പോൾ എപ്പോഴും പെട്ടെന്ന് നിങ്ങൾക്ക് മനസ്സിലാവാൻ ഓർത്ത് വെക്കേണ്ടത് ഫൈനൽ മൊമെൻറ്റ് MAB എന്ന് പറയുമ്പോൾ ഫിക്സഡ് എൻഡ് മൊമെൻറ്റ് MFAB. ഫിക്സഡ് എൻഡ് മൊമെൻറ്റ് എന്ന് പറഞ്ഞാൽ ആദ്യമേ ഫിക്സഡ് എൻഡ് മൊമെൻറ്റ് കൺസിഡർ ചെയ്യണം.